ഹായ് ഫ്രണ്ട്സ്, RB ബ്ലോഗർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കിടിലം വീഡിയോ ചെയ്യാനായിട്ട് അപ്പം തോന്നുന്നത്. എന്താണ് ആ വീഡിയോ എന്ന് വെച്ചാൽ, എൻ്റെ റിലേറ്റീവിന് ഒരു വാഹനമാണെന്ന് പറഞ്ഞത്. അവൻ ഒരു കാറ് തിരഞ്ഞിട്ട് കുറേ ആയി നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ നമ്മളൊരു സ്ഥലം കണ്ടെത്തി. ആ സ്ഥലത്തേക്കാണ് ഇന്നുള്ള യാത്ര. അപ്പോൾ ആ സ്ഥലം എവിടെയാണെന്നുള്ളത് നമുക്ക് പോയിട്ട് തന്നെ കാണാം. ഒരു വമ്പം കാറുകളുടെ ഒരു വൻ ശേഖരം എന്ന് തന്നെ പറയാം. നിലവാരത്തിലുള്ള എല്ലാ തരം കാറുകളുമുണ്ട്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാർ അവിടെ ഉണ്ടോ, അത് എടുക്കാതെ നമ്മൾ പോരില്ല, എടുത്തിട്ടേ പോരുള്ളൂ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഒരു സിറ്റുവേഷനും കാറിൻ്റെ നീറ്റും എല്ലാ സംഗതികളും നോക്കിക്കഴിഞ്ഞാൽ വളരെ പെർഫോമൻസാണ്, ഒന്നിനൊന്ന് മെച്ചം. അപ്പം ഏതായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് നോക്കാം. ഏതായാലും ഞങ്ങൾ പോകുന്നത് ബസ്സിലാണ് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ബസ്സിനാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ സമയത്ത് പിന്നെ കാർ എടുത്തിട്ട് പോരുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് തോന്നലുണ്ടാവും, അവിടെ ഇവിടുന്ന് ബസ്സിന് കയറി പോയിട്ട് കാർ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ അവിടെ ചെന്നാൽ നിങ്ങൾ കാർ എടുക്കാതെ പോരില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അവിടെ ചെന്നാൽ നമ്മൾ കാർ നമുക്ക് ആവശ്യമുണ്ടോ എന്നാൽ എങ്കിൽ അവിടെ ചെന്ന് നമ്മൾ വണ്ടി എടുക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഷോറൂമിൻ്റെ അടുത്ത് തന്നെ ആയിട്ടോ. ഇനി ബസ്സിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി, നേരെ ഷോറൂമിലേക്ക് അങ്ങോട്ട് കയറാം. ബസ് സ്റ്റോപ്പൊക്കെ നേരെ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റ് തന്നെ. ഇതിൻ്റെ സഫാരി കാർ, ഇതാണ് നമ്മൾ ആ ഷോറൂം കേട്ടോ. ഒരു അടിപൊളി ഒരു ഷോറൂം തന്നെ കേട്ടോ. ഈ എൻട്രൻസിലൂടെ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു സംഭവമാണ്. നേരെ സഫാരി കാറിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാണ്ടല്ലോ അടിപൊളി ഒരു നല്ല സൗകര്യത്തോട് കൂടി അണ്ടില്ലെങ്കിൽ അടിപൊളി താറ്. എന്നാൽ നേരെ ഇപ്പുറത്താണെങ്കിലോ ഇനോവ ക്രിസ്റ്റ, എല്ലാത്തരം വണ്ടികളുണ്ട്. അല്ലെങ്കിൽ വണ്ടിൻ്റെ ഒരു മഹാത്ഭുതം തന്നെയാണ് ഇവിടെ. നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള വണ്ടികൾ വേണോ ആ വണ്ടികളൊക്കെ ഇവിടെയുണ്ട്. നോർമൽ ടൈപ്പിൽ നമ്മൾ റേറ്റ് നോക്കുകയാണെങ്കിൽ നോർമൽ ടൈപ്പിലുണ്ട്, ഹൈലൈറ്റിലുണ്ട്. നമുക്ക് കോടികളുടെ വാഹനമാണെങ്കിൽ അതും ഈ സഫാരി കാറിലുണ്ട് കേട്ടോ. ഒരു വാഹനവും ഇവിടെ പിന്നെ നമുക്ക് പറ്റാതെ ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് പോകില്ല. കാരണം അത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. നമ്മൾ സഫാരി കാറ് എല്ലാ കാറുകളും വളരെ നീറ്റോടുകൂടി, ഒരു ചെറിയ സ്ക്രാച്ച് പോലും ആ വണ്ടിമേൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ ഈ സഫാരി കാറ് ഇതിവർ ക്ലിയർ ചെയ്തിട്ടേ വിടുള്ളൂ. കസ്റ്റമർക്ക് എത്രത്തോളം മനസ്സിന് തൃപ്തിപ്പെടുമോ അത്രത്തോളം തൃപ്തിപ്പെടുത്തിട്ടേ നമ്മളെ ഈ ഷോറൂമിൽ നിന്ന് ഒരു വാഹനം എടുത്തുകൊണ്ട് പോകാൻ കഴിയുകയുള്ളൂ. നമുക്ക് സഫാരി കാറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടുന്ന് ചോദിക്കാം. എല്ലാ സംശയങ്ങളും നമുക്ക് ഇവിടുന്ന് ചോദിക്കാം. ചോദിച്ചിട്ട് മാത്രം നമുക്ക് വാഹനം എടുത്താൽ മതി. നമ്മളെ ഈ സഫാരി കാർ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷമായി? 12 വർഷമായി. ഇത് നമ്മളെ ഈ കരുവാരക്കുണ്ടല്ലേ? കരുവാരക്കുണ്ട് പുന്നക്കാട് മില്ലുംപടിക്കാണ് നമ്മളെ ഫസ്റ്റ് ഷോപ്പ്. ഇപ്പൊ രണ്ടാമത്തെ ഷോപ്പ്. ഇപ്പൊ നമ്മളിത് ഒരു 2 വർഷത്തിന്റെ മുകളിലായി ഈ ഷോറൂം. നമ്മൾ ഒന്ന് അപ്ഡേഷൻ ഒക്കെ വരുത്തി കുറച്ച് സ്റ്റോക്ക് ഒക്കെ കൂടുതലാക്കിയിട്ട് ഇപ്പൊ ഇത് തുടങ്ങി. ഈ സഫാരിന്റെ പ്രത്യേകത എന്താ? അതാണ് നമുക്കറിയാം. സഫാരിന്റെ ട്രസ്റ്റ് ആൻഡ് വാല്യൂ. ഇവിടെ വന്നിക്കണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കിട്ടും. നിങ്ങൾ നമ്മൾ വാല്യൂബിൾ കസ്റ്റമറാണ്, നിങ്ങൾക്ക് നമ്മൾ ട്രസ്റ്റ് ചെയ്യാം. നിങ്ങൾ എക്സ്പീരിയൻസ് നടത്തി എന്താ നിങ്ങളുടെ അഭിപ്രായം? എക്സ്പീരിയൻസ് എനിക്ക് വണ്ടി കണ്ടപ്പോൾ തന്നെ ആ വണ്ടിയുടെ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ആ വണ്ടിനെ ഇഷ്ടപ്പെട്ടു. ഡോക്യുമെന്റ് പരമായിട്ടോ? അതെ, ഓക്കെ. ഡോക്യുമെന്റ് വളരെ അത് നമ്മൾ ഇവിടെ വരുന്ന കസ്റ്റമറെ നമ്മളൊരു കസ്റ്റമർ എന്നതിലുപരി നമ്മൾ ഗസ്റ്റുമാരി ഓരോ ട്രീറ്റ് ചെയ്യും. എന്തൊക്കെ അവർക്ക് വേണോ അതൊക്കെ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് പ്രൊവൈഡ് ചെയ്തു. ഒരു കസ്റ്റമറെയും നമ്മൾ സങ്കടത്തോടെ ഹാപ്പി ആയിട്ട് പോകണം. ഏതൊരു കസ്റ്റമർ ആണെങ്കിലും അതിന് കച്ചവടം അവർക്ക് പറ്റാത്ത വേണ്ടിയല്ല ഞങ്ങൾ കൊടുക്കൂല. ഞങ്ങൾ പോയിക്കോളി. ലാഭം നഷ്ടം എന്നുള്ള ഒരു കസ്റ്റമർക്ക് നമ്മൾ ആ വാഹനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഒരു അടിപൊളി കിടിലം ബലാനമാണ്. നമുക്ക് എന്നാല് റെഡി, 1 2 3 സ്റ്റാർട്ട്. പിന്നെ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ നമുക്ക് ലാസ്റ്റത്തെ ഒരു രംഗമാണ് ചാവി
ഏറ്റുവാങ്ങുക എന്നുള്ളത്. ആ ചായ ഏറ്റുവാങ്ങിയിട്ട് പിന്നെ അടുത്ത ഒരു പരിപാടി നമ്മളെ സഫാരിയിലുള്ളവർ ഇവിടെ ഒരു സംഭവം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ അറിയോ, ഇതാണ് ഒരു കേക്ക്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഇതുപോലൊരു ഫങ്ഷനാണ് ഇവിടെ. അതാണ് ഈ ഒരു കേക്ക്. ഈ കേക്ക് കട്ട് ചെയ്ത് വരുന്ന കസ്റ്റമർക്ക് കൊടുത്ത് എല്ലാവരും അത് സന്തോഷത്തോടെ പങ്കിട്ടിട്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകുകയുള്ളൂ. ഏതായാലും നമ്മൾ സഫാരി കാർ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ കരുവാരക്കുണ്ടിലാട്ടോ. കരുവാരക്കുണ്ട് പിന്നെ പാണ്ടിക്കാട് നിന്നായാലും എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങോട്ട് എളുപ്പത്തിലെത്താൻ പറ്റും. ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കാറും നിങ്ങൾ ഇഷ്ടപ്പെടാതെ പോകില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. 2 കോടി മുതൽ അല്ലെങ്കിൽ 2 കോടിൻ്റെ മുകളിലേക്ക് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ വേണ്ടത് അതെല്ലാം ഇവിടെ ഉണ്ട്. ചെറിയ ചെറിയ വാഹനങ്ങൾ അതും ഇവിടെയുണ്ട്. ഏതായാലും നമ്മളെ ഈ ഒരു വീഡിയോ കാണുന്നതോടൊപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. ഇതേപോലത്തെ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ. അപ്പം ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ വിളിക്കുക, കാര്യങ്ങൾ അന്വേഷിക്കുക, എല്ലാ ഡീറ്റെയിലും അങ്ങോട്ട് അന്വേഷിച്ചോളൂ. അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ വാഹനം ബുക്ക് ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ സഫാരി ഷോറൂമിൽ നിന്ന് ഞങ്ങൾ കാർ എടുത്ത് പോകുന്നുട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. എന്താണ് അറിയില്ല, അവിടുത്തെ ആ ഒരു കസ്റ്റമറുമായിട്ടുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അതാണ്, ആ ഡീലിങ്ങിനാണ് നമ്മൾ കായ് കൊടുക്കണം കേട്ടോ. അത് പറയാക്കാൻ പറ്റില്ല, അത് അത്രക്കും പെർഫോമൻസാണ്. ഏതായാലും സഫാരി കാർ എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. ഇതിവിടെ വന്ന് കരുവാരക്കുണ്ട് ഇവിടെ വന്ന് കാണുക തന്നെ ചെയ്യണം. ഇവിടെ ഒരു വണ്ടി എടുക്കാൻ വേണ്ടെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാണ്ടല്ലോ ഓന് അതിന് ഒരു വണ്ടി ഇഷ്ടപ്പെടാതെ ഓണത് തിരിച്ചു പോകില്ല, അത് ഉറപ്പാണ്. ഏതായാലും ഒരു അടിപൊളി വണ്ടി ഞങ്ങൾക്ക് അവർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത വേറെ ഒന്ന് പറയാൻ കേട്ടോ. ഈ വണ്ടിക്ക് തന്നെ ഇൻഷുറൻസ് 10 ദിവസം കൂടെ ഉള്ളൂ ബാക്കി. അപ്പം ഓണർ ഇനി എന്താ ഇൻഷുറൻസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട, അതൊക്കെ നമ്മൾ അടച്ചടി ക്ലിയർ ആക്കി തരും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് പക്ക ആ ഒരു ഡീസൻറ്റോട് കൂടി തന്നെയാണ് ഒരു വണ്ടി കസ്റ്റമർ എടുത്ത് കൊടുത്തു വിടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അരീക്കോട്ടേക്ക് തിരിയാണ് നിങ്ങൾ. അപ്പം നമ്മളെ കാറിൽ നല്ല സുഖമായിട്ടുള്ള AC ഒക്കെ നല്ല കൂളിംഗ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതേപോലത്തെ അടിപൊളി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.